ഹലോ അസ്സാം വലൈക്കും. എല്ലാവരും സുഖവും സന്തോഷമായിട്ടായിരിക്കുന്നത് അല്ലേ? അപ്പം ഞാൻ ഇന്നത്തെ റെസിപ്പി വീഡിയോ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ റെസിപ്പി വീഡിയോ ഞാനൊരു സമൂസയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ഒരു ചിക്കൻ സമൂസയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതൊരു ഉരുളക്കിഴങ്ങ് ഫില്ലിങ് വെച്ചുള്ളൊരു സമൂസയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസയാണ്. നല്ല എരിവൊക്കെ ചേർത്ത് നല്ലൊരു ഫില്ലിങ് ഉരുളക്കിഴങ്ങിൻ്റെ. അപ്പം നമുക്ക് ആ സമൂസ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സമൂസ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമുക്ക് വീഡിയോ കാണുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് സമൂസയ്ക്കുള്ള മാവ് ഒഴിക്കാൻ വേണ്ടി ഞാൻ വലിയൊരു ബൗളെടുത്ത് ബൗളിലേക്ക് ഞാൻ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ ഞാൻ ഇട്ട് കൊടുക്കുന്നു. 2 കപ്പ്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തത്. കാരണം സമൂസയ്ക്ക് വേറൊരു ടേസ്റ്റ്, പ്രത്യേക ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ നെയ്യും മാവും ഉപ്പും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്കൊരു ഇളം ചൂടുവെള്ളം ഞാൻ കുറച്ചായിട്ട് ഞാനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഒറ്റയടിക്കങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കല്, കുറച്ചായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. വളരെ ഇളം ചൂടുവെള്ളമാണ് അതിനകത്താണ് ഞാൻ ഈ മാവ് കുഴച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കണം. നമ്മൾ ഏകദേശം ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ ഈ സമൂസയ്ക്ക് വേണ്ടിയുള്ള മാവ് നമ്മൾ കുഴച്ചെടുക്കണം. ഈ മാവ് കുഴയ്ക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നെയ്യുടെയൊക്കെ മണം നല്ല പോലെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിക്കണം, ആ സമൂസയ്ക്ക് എന്ത് ടേസ്റ്റ് ആയിരിക്കും. നെയ്യുടെ മണം ഇപ്പം തന്നെ നല്ലപോലെ ആവുന്നുണ്ട്. അപ്പം സമൂസയുടെ മാവെല്ലാം ഏകദേശം കുഴച്ച് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ. മാവ് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മാവിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ തടവാം. ഏത് എണ്ണയായാലും കുഴപ്പമില്ല. എണ്ണ തടവിയിട്ട് നല്ലപോലെ തടവി കൊടുത്തിട്ട് നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ ഇതൊന്ന് പ്ലാസ്റ്റിക് റാപ്പ് വെച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും നനഞ്ഞ തുണിയുണ്ടോ നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് പരത്തിയെടുക്കാം. മാവ് ഇനി അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്കിതിന് വേണ്ടിയുള്ള ഫില്ലിങ് റെഡിയാക്കാം. സമൂസയ്ക്ക് വേണ്ടിയുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടട്ടെ, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് പൊട്ടിയിട്ട് നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നമ്മൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് ജസ്റ്റ് മാറിയിട്ട് നമുക്കതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പൊടിച്ച വറ്റൽമുളക് അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ സമൂസയ്ക്ക് പ്രത്യേക ഒരു രുചിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തത്. പിന്നെ ഞാൻ അതിലേക്ക് ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് വെച്ചാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏകദേശം ഒരു 400-450 ഗ്രാം ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിച്ച് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തതാണ്. അതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഒരു 450 ഗ്രാം ഉണ്ട്. അതും കൂടെ ഞാൻ ഉപ്പൊന്നും ഇടാതെ, ഞാൻ പൊട്ടാറ്റോ വേവിക്കുമ്പോൾ ഉപ്പൊന്നും അങ്ങനെ ഇടത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് ഉപ്പിടുന്നത്. അപ്പോൾ അതൊന്ന് ഈ മസാലയിലോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നു. ഇത് ഇട്ട് കഴിഞ്ഞിട്ടാണ് പൊട്ടാറ്റോ കൂടി ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത്. 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലാത്തിനും നല്ലപോലെ പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കൂടെ ഒന്ന് മാഷും ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ലാസ്റ്റ് ചേരുവെന്ന് വെച്ചാൽ മല്ലിയില. 1 പിടി മല്ലിയിലയും കൂടെ ഈ കൂട്ടിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ ഈ സമൂസയുടെ ഫില്ലിങ്. വളരെ സിമ്പിളാണ്.
നമുക്ക് പൊട്ടറ്റോ വേവിക്കുന്ന ഒരു ടൈമേ എടുക്കത്തുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പം നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫില്ലിംഗ് ആണ്. നിങ്ങൾ എന്തായാലും ഈ ഫില്ലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ചുമ്മാ പറയില്ല, നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസിയൊക്കെ നല്ല എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ഇഷ്ടപ്പെടും ഈ ഒരു ഫില്ലിങ്. എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ സമൂസയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സമൂസയാണ് ഈ ഉരുളക്കിഴങ്ങിൻ്റെ സമൂസ. ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ്റെയും ബീഫിനെക്കാട്ടിയൊക്കെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമുക്ക് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇനി ഞാൻ പ്ലാസ്റ്റിക് റാപ്പ് ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഉരുളകളാക്കിയെടുക്കാം. വലിയൊരു ഉരുളയാക്കിയിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ മാവിൽ നിന്ന് ഏകദേശം ഒരു 10 ബോൾസ് നമുക്ക് കിട്ടും. 10 ബോൾസ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു 20 സമൂസ നമുക്ക് ഉണ്ടാക്കാം. ഒരു ബോൾ രണ്ടാക്കി എടുത്താൽ രണ്ടാക്കി നമ്മൾ കട്ട് ചെയ്ത് എടുക്കും, ഒരു ബോൾ പരത്തിയിട്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ 10 ബോളിൽ നിന്ന് ഒരു 20 സമൂസ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 കപ്പ് മാവിൽ നിന്ന് ഒരു 20 സമൂസ നമുക്ക് കിട്ടും. നിങ്ങൾക്ക് ഈ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ മാവിൻ്റെ അളവ് കൂട്ടിയാൽ മതി. അങ്ങനെ ഇതുപോലെ എനിക്ക് 10 എണ്ണം കിട്ടി. ഇതുപോലെ 10 ഉരുളകളാക്കി ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്ക് അതിൽ നിന്നൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ മാവി മുക്കിയിട്ട് ഓരോന്നോരോന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. പിന്നെ ഇത് പരത്തുമ്പം ഒരുപാട് അങ്ങ് തിന്നായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ചെറിയൊരു തിക്കായിട്ട് വേണം പരത്താൻ. ഒരുപാട് തിന്നാക്കരുത്. തിന്നാക്കിയാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് സമൂസയുടെ കറക്റ്റ് എന്താ പറയുന്നത് ടെക്സ്ചർ കിട്ടത്തില്ല. നമുക്ക് ഒരു മുരിഞ്ഞൊക്കെ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരുപാട് അങ്ങ് തിന്നാക്കരുത്. ഇതുപോലെ പരത്തിയിട്ട് നമ്മൾ ഇതൊന്ന് ഹാഫ് ആക്കണം. ഇതുപോലെ. അങ്ങനെയാണ് നമുക്ക് ഒരു ഉരുളയിൽ നിന്ന് 2 സമൂസ കിട്ടുന്നത്. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. ഇതൊരു സൈഡ് താഴോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് വെള്ളം വെച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഒന്ന് മടക്കി ഇതുപോലെ കോൺ രൂപത്തിലാക്കി എടുക്കുക. ഇനി നമുക്കത് കയ്യിലെടുക്കാം. കയ്യിലാക്കിയിട്ട് ഇതാണ്ട് ഇതേപോലെ ഷീറ്റ് സൈഡിലോട്ടിടുക. ഇങ്ങനെ റൗണ്ടായിട്ട് ഇടുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഫില്ലിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ പറയുന്നതിനെക്കാട്ടി എളുപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇതാണ്ട് ഇതേപോലെ ഫില്ലിങ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിംഗ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം നല്ലപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. ഞാൻ സൈഡ് നല്ലപോലെ ഒന്ന് ഇതാക്കി എടുക്കും. കാരണം എനിക്ക് ഈ സൈഡ് പാർട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. നല്ല ക്രിസ്പി, അത് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സൈഡ് ഇച്ചിരി കൂടുതലായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ കോണായിട്ട് സ്റ്റിക്ക് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾ വീണ്ടും കയ്യിലെടുത്തിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഫില്ലിങ് അതിനകത്തോട്ട് വെച്ച് കൊടുക്കും. വീണ്ടും നമ്മൾ ആ ടോപ്പ് പാർട്ട് രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ സീൽ ചെയ്ത് കൊടുക്കും. ഇതാണ്ട് ഇതേ രീതിയിൽ. ഒരു പ്രത്യേക രുചി എൻ്റെ സൈഡ് കഴിക്കാൻ. മസാല ഇല്ലാതെ നല്ലൊരു ടേസ്റ്റാണ് ഈ ഷീറ്റിന്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ സൈഡ് ഇച്ചിരി കൂട്ടി ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാറുണ്ട്. ഇതാണ്ട് ഇതേപോലെ. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ബാക്കിയെല്ലാ സമൂസകളും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ 20 സമൂസയും ഞാൻ എല്ലാം നല്ലപോലെ പരത്തി ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. പിന്നെ സമൂസ ഇടുന്നതിൻ്റെ മുമ്പ് ഞാൻ ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ നമ്മളൊരു 5 to 6 മിനിറ്റ്സ് ഒന്ന് വൺ സൈഡ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ തിരിച്ചിടാവുള്ളൂ. ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ സമൂസ ഫസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിലിടും സമൂസ ഇട്ട് കൊടുക്കുമ്പോൾ. എന്നിട്ട് ഒരു സൈഡ് ലോ ഫ്ലെയിമിൽ ഒരു 5 to 6 മിനിറ്റ്സ് കഴിഞ്ഞ് ഒരു ചെറിയ ബ്രൗണൊക്കെ ആകുമ്പോൾ നമ്മളതൊന്ന് തിരിച്ചിടും. എന്നിട്ട് നമുക്കൊരു
മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം തിരിച്ചിട്ടിട്ട്. എന്നിട്ട് സമൂസയുടെ കളർ അറിയാമല്ലോ, ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സമൂസ നല്ല ക്രിസ്പി ആയിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം ഒരു 6 മിനിറ്റ് ലോ ഫ്ലെയിമിൽ, പിന്നെ നമ്മൾ തിരിച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെക്കുന്നത്. അപ്പോൾ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റി എന്താണ് നല്ല മണമൊക്കെ വരുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സമൂസ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിലും പിള്ളേർക്കെല്ലാം നല്ല ഇഷ്ടമാണ്. ഇത് നമ്മുടെ ടാമറിൻ ഡേറ്റ്സ് ചട്നി ഞാൻ നേരത്തെ ആ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ സമൂസ. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ നമ്മൾ അടുത്ത ബാച്ചും ഓരോന്നോരോന്നായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ റെഡിയായി. ഞാനൊരു സെർവിങ് പ്ലേറ്റിൽ എടുത്ത് വെച്ച്, നമ്മുടെ സൈഡിലിരിക്കുന്നത് ടാമറിൻ ഡേറ്റ്സ് ചട്നിയാണ്. ആ ചട്നിയോടാണ് ദ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് ഒടിച്ച് കാണിച്ചു തരാം. വേണ്ട നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടോ? ഒന്ന് ടേസ്റ്റ് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ട് നല്ല രുചിയുണ്ട് ഇതിന്. ഞാൻ ഡിപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചും കൂടെ. അടിപൊളി, നല്ല മധുരവും നല്ല പുളിയും അത്യാവശ്യം എരിവും എല്ലാം ഉള്ള അടിപൊളി ഒരു സോസാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ടാമറിൻ ഡേറ്റ്സ് ചട്നിയുടെ ഈ സമൂസ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ, ചൂട് സമൂസ. എന്തായാലും നിങ്ങൾ ഈ സമൂസ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഈ സമൂസ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. 4 മണിക്ക് ചായയുടെ കൂടെ ആയാലും പിന്നെ ഇഫ്താർ ടൈമിനൊക്കെ അടിപൊളിയാണ് ഈ സമൂസ കഴിക്കാൻ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് വരുന്നവരെ താങ്ക് യു.